മണ്ടന്മാരെ നിങ്ങൾ വെറുതെ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നു, എനിക്ക് വിഷയമില്ല. എവിടെ നിന്ന് അന്നേരത്തില്ല തേടി പിടിച്ച് ഇങ്ങോട്ട് വരുക, തലയിലോട്ട് വരുക, എന്താ അറിയില്ല. വ്ളോഗേഴ്സിനൊന്നും വേറെ ഇതില്ല, വേറെ വിഷയമില്ല. രേണുസുതിയാണ് സബ്ജക്റ്റ്. മലയാളികളോട് ഞാൻ പച്ചയ്ക്ക് പറയാം, ഞാൻ ആടേ ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചു വെക്കാനും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് എന്നെ തന്നെ അറിയാത്തവരാണ് ചീത്ത വിളിക്കുന്നത്? ഈ ലോകം മുഴുവനുള്ള ജനങ്ങളോട് ഞാൻ എൻ്റെ എല്ലാ പ്രൈവസിയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വാക്കുകളല്ലേ ഞാൻ ചെയ്യുന്ന എന്തും ബോധിപ്പിക്കണമെന്നുണ്ടോ? ഒരു ഭാഗ്യ ജോഡിയായിട്ടാണോ പ്രതീക്ഷനെ കാണുന്നു? ഭാഗ്യ ജോഡിന്ന് താരജോഡികൾക്കുള്ള മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അവാർഡെന്ന് പറയാൻ പറ്റില്ല, അന്നേരം പ്രശ്നമാണ്. അങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് വിവാദങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ, ആ വിവാദങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത വിവാദം വരുന്നത്. എന്താ പറയാ, നമ്മുടെ ഒരു നെടുന്തൂണായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ഒരു പാർട്ട്ണർ, എന്തുവാട്ടെ, ആള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നൊരു അന്താളിപ്പ് വരും നമുക്ക് ലൈഫിൽ. എനിക്കും അങ്ങനെ വന്നിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ എല്ലാവരും രേണുസുതിയെ കുറ്റം പറയുന്നതിനോ, ഞാൻ ആ സ്ക്രീനിന് പുറകെ ഇരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കാണുന്ന രേണുസുതി ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്, അവർ നന്നായിട്ട് ചെയ്തു. ഞാനല്ല പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല. നമ്മളിത് കേട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് കല്ലായിട്ട് മാറിയേക്കാണ്. സോ അതുകൊണ്ട് എന്ത് വന്നാലും ഇപ്പം നേർക്ക് നേരെ ഒരാൾ വന്ന് തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. പക്ഷെ ഈ പറയുന്നതൊന്നും എന്നെ തളർത്തുന്നില്ല. എന്തുകൊണ്ട് അതിനൊരു സൈബർ പരാതിയിലേക്കോ കാര്യങ്ങളിലേക്കോ മൂവ് ചെയ്യുന്നില്ല? ആർക്കൊക്കെ കൊടുക്കണം? ബോഡി ഷെയ്മ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മാരക വേർഷനാണ് വല്ല ഡാഗിനി അമ്മൂമ്മ. പല്ലിയായിട്ട് ഭയങ്കര സാമ്യമാണെന്ന്. പല്ലി ഓക്കെ ശരി, പല്ലി ആയിക്കോട്ടെ. അപ്പൊ ഈ പല്ലി എലിയൊക്കെ എൻ്റെ അത്രയും ഗ്ലാമർ ആണെന്ന് പറഞ്ഞാൽ അവരെ അഭിമാനിക്കുമല്ലേ വേണ്ടത്? ഞാൻ വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കസാരമേ കാലം വെച്ചിരുന്നോളാം. ഇവരെ കൊണ്ട് തരട്ടേന്നേ, ഇവര് മാസം കൊണ്ട് തരട്ടെ 1,00,000 രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എൻ്റെ അക്കൗണ്ടിലോട്ട് 1,00,000 രൂപ മാസം തരട്ടേന്ന്. ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു പരിപാടിക്ക്, ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ പോകത്തില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളുണ്ട്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു രേണുവിനെ കുറിച്ച് അഭിപ്രായങ്ങളില്ല, മലയാളികൾ ഇപ്പൊ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ പുല്ലിനും തൂണിനും നല്ലതാവാം ചീത്തയാവാം. കാണാതിരുന്നാ പോരെ. ഇതൊക്കെ കാണാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? കാണാതെ ജീവിക്കുന്നു. കാരണം കാണാതെ ജീവിച്ചെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഉദാഹരണം ഇപ്പം കണ്ണ് കെട്ടി കളിക്കത്തില്ലേ, അപ്പം ഒരു നേരിയതായിട്ട് കിട്ടിയാൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും, ഒരു ലെയർ ആണെങ്കിൽ. ആ ഒരു രീതിയാണ് എൻ്റെ ഇപ്പോൾ. കാരണം പുറത്തുനിന്നുള്ളവർ പറയും, നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഇടി ഇന്ന പോലെ വന്നിടി അങ്ങനെ പറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനിത് കേൾക്കണത്. അല്ലാതെ ഈ കുത്തിയിരുന്ന് കാണലൊന്നും ഇല്ല. ഞാൻ യൂസ് ചെയ്യുന്നില്ലെന്നാണോ? പാട്ട് കേൾക്കാൻ മാത്രം. ഓക്കെ. അല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. മനുഷ്യനാണല്ലോ. അതെ, ആ ഒരു പ്രശ്നങ്ങൾ എങ്ങനെയാ ശരിക്കും അന്ന് നേരിട്ടിരുന്നത്? അത് അന്നൊക്കെ വിഷമം ഉണ്ടായിരുന്നു കാണുമ്പം. പക്ഷെ അതിൽ നിന്നൊക്കെ അപ്പുറമാണ് ഇപ്പം വരുന്നത്. അപ്പം ചില സമയം നമ്മുടെ കൈവിട്ടുപോയ കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ, മനുഷ്യരല്ലേ. അപ്പം പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മളിത് കേട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് കല്ലായിട്ട് മാറിയേക്കാണ്. സോ അതുകൊണ്ട് എന്ത് വന്നാലും ഇപ്പം നേർക്ക് നേരെ ഒരാൾ വന്ന് തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. പക്ഷെ ഈ പറയുന്നതൊന്നും എന്നെ തളർത്തുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നവരെല്ലാവരും വന്ന് എന്നെ അടിക്കണം അല്ലെങ്കിൽ ഞുള്ളിപ്പറിക്കണം, അതേ എനിക്ക് വേദനിക്കത്തുള്ളൂ. എന്നൊരു മട്ടാണ് ഞാൻ. മാനസികമായിട്ട് ഞാൻ തളർത്താൻ പറ്റില്ല. മാനസികമായിട്ട് ഒരു രക്ഷയില്ല, തളർത്താൻ പറ്റത്തില്ല. അത് രേണു തന്നെ എടുത്തൊരു തീരുമാനമാണ്. ഞാൻ എടുത്ത തീരുമാനമാണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എടുത്ത തീരുമാനമാണെങ്കിൽ പോലും ഞാൻ എന്താ പറയുക, ഈ വന്ന അനുഭവങ്ങളിലൂടെ ഞാൻ തന്നെ കരുത്ത് ആർജിച്ചാണ്. എന്തോ ഒരു ഉള്ളിലൊരു ശക്തി. ഈ പറഞ്ഞ ഒരു വർഷം ആവുന്നുള്ളൂ ഈ പറഞ്ഞൊരു മാറ്റം രേണു സംഭവിച്ചു. 6 മാസം 6 മാസമേ ആവുന്നുള്ളൂ ശരിക്കും, അല്ലേ? 7 മാസത്തോളം ആവുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, രേണു ഇപ്പോൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ജീവിക്കാൻ കൊതിച്ചൊരു ജീവിതത്തിലൂടെയാണ് രേണു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ഇങ്ങനൊരു ജീവിതം ഞാൻ കൊതിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം സുധിച്ചേട്ടൻ്റെ വേർപെടൽ പെട്ടെന്നുള്ള, അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സാധനമല്ലായിരുന്നു. പക്ഷേ എന്തായാലും മനുഷ്യനാണ്, എന്തായാലും മരിക്കണം, ജനിച്ചാൽ ഒരിക്കൽ മരണം. എന്തായാലും ഇപ്പം ഞാനാണ് നാളെ നിമിഷം ഉണ്ടാവുന്നു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനൊരു ജീവിതം ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഒരു ഒഴുക്കിനനുസരിച്ച്, എന്നും പറയുന്ന പോലെ ഒരു ഒഴുക്കിനനുസരിച്ച് വന്ന ഒരാളാണ്. പിന്നെ ഇനി മുന്നോട്ട് പോവുക തന്നെ പറ്റത്തുള്ളൂ. നനഞ്ഞിറങ്ങി ഏതായാലും കുളിച്ച് കയറുക എന്നുള്ളൊരു മട്ടം ഉണ്ടല്ലോ. സോ അതാണ് ഇപ്പം എൻ്റെ ഒരു രീതി. അതാ ചോദിക്കുന്നത്, ആഗ്രഹിച്ചൊരു പ്രതീക്ഷിച്ച എന്തായാലും ഈ പറഞ്ഞ പോലെ ആളുകൾ സെലിബ്രിറ്റി ആയിട്ട് ആളുകൾ അറിയപ്പെടുക? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനൊന്നും ആഗ്രഹിച്ച ലൈഫല്ല ഇത്. അങ്ങനെ ആഗ്രഹിച്ച ലൈഫല്ല ഇത്.
സെലിബ്രിറ്റി ആകണം അങ്ങനെ. ആളുകൾ തിരിച്ചറിയണം ഈ പറഞ്ഞ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരാൾ. ഒരു 99% മലയാളികൾക്ക് ആഗ്രഹമുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളത്. അവർ അങ്ങനെ ചിന്തയുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് തന്നെ പ്രയത്നിക്കുന്നു, അഭിനയിക്കണം. ഇത്ര വാതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രതീക്ഷ ആണല്ലോ എൻ്റെ അടുത്ത്, എൻ്റെ കൂടെ പ്രതീക്ഷ ആണെന്ന് പറഞ്ഞ ചേച്ചി ഒരുപാട് പേരെടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു. ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. 2-3 ചെയ്തിട്ടുമുണ്ട് അഭിനയം, ആൽബം ഒക്കെ, സിനിമ. പക്ഷേ കരിമിഴി കണ്ണാലെ ചേച്ചിയോടെ ചെയ്തപ്പോഴാണ് ഞാൻ ഇച്ചിരി എന്നെ എല്ലാവരും അറിയപ്പെടുന്നതും. സത്യമാണ് അത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആൽബങ്ങൾ ചെയ്തതെല്ലാം ഹിറ്റ്, തൊടുന്നെല്ലാം പൊന്നു പോലെ. ഞാൻ അഹങ്കാരവും ഞാൻ ഇതൊന്നും പറഞ്ഞൊന്നുമല്ല. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഞാനും പ്രതീക്ഷയും അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ എന്തായാലും 4 പേര് കാണാനുണ്ട്. അതല്ലേ ഒരാളുടെ വിജയം, ഒരു സോഷ്യൽ മീഡിയയുടെ വിജയം അതാണല്ലോ. രേണുസുതി ഒരു ഭാഗ്യജോഡിയായിട്ടാണോ പ്രതീക്ഷനെ കാണുന്നത്? ഭാഗ്യ ജോഡിന്ന് താരജോഡികൾക്കുള്ള മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. ഗുരുപ്രിയ ടിവിയുടെ. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. വന്നോടനെ ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ അവാർഡെന്ന് പറയാൻ പറ്റില്ല, അന്നേരം പ്രശ്നമാണ്. അങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് വിവാദങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ, ആ വിവാദങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത വിവാദം വരുന്നത്. ഇനിയിപ്പോ ഈ വിവാദം തീർന്നു കഴിഞ്ഞിട്ട് എന്താ വരുന്നത് ദൈവതമ്പുരാന് പോലും അറിയില്ല. ഈ ഒന്ന് തുടരെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയാവുന്നത്, അതിൽ രേണുവിന് എന്തെങ്കിലും പങ്കുണ്ടോ? ശരി, എനിക്കറിയില്ല സത്യമായിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഒരു വിവാദങ്ങൾക്കും അടിമപ്പെടാതെ മര്യാദയ്ക്ക് എൻ്റെ വഴി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന ഞാൻ. പക്ഷേ എവിടുന്ന് അന്നേരത്തില്ല തേടി പിടിച്ച് ഇങ്ങോട്ട് വരുക, തലയിലോട്ട് വരുക, എന്താ അറിയില്ല. അതിന് റീസൺ നോക്കുമ്പം വ്ളോഗേഴ്സിനൊന്നും വേറെ ഇതില്ല, വേറെ വിഷയമില്ല. രേണുസുതിയാണ് സബ്ജക്റ്റ്. എവിടെ തിരിഞ്ഞാലും രേണുസുതി സബ്ജക്റ്റ്. അതെന്താ എനിക്ക് ഈ പർപ്പസ്ഫുള്ളി ആരെങ്കിലും ഒക്കെ രേണുസുതിയുടെ പിന്നാലെ ഉണ്ട്, രേണുസുതി ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം മേ ബി ഉണ്ടാകും. എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇപ്പം. കാരണം പുറകെ വരുക, രേണുസുതി എന്തവിടെ പറയുന്നു നോക്കിയിട്ട് അതൊരു കണ്ടന്റ് ആക്കിയിട്ട് പിന്നെ തകർക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസോ, അയ്യോ എൻ്റെ അമ്മ, ഇവർക്കൊക്കെ എന്നെ ഒരു തൊള്ളി അറിയാത്ത മനുഷ്യരാണ് എന്നെ ഈ കമൻ്റ് ഇടുന്നത്. ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയണമെങ്കിൽ എന്നെ ഒരു നേരം സംസാരിച്ചാൽ മതി. ഇപ്പം ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ഞാനെന്ന് വെച്ചാൽ വേറെ ഞാൻ, അതായത് ഞാനെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇൻ്റർവ്യൂവിൽ നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കണം. അല്ലെ ഇവിടെ ഇരുന്നുകൊണ്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കണം, നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കും. എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളതാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ ഈ ചീത്ത വിളിക്കുന്നത്, പച്ചയ്ക്ക് തെറി വിളിക്കുന്നത്. ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും ചെന്ന് മോഷ്ടിക്കുന്നില്ല, ഇവരുടെ ആരുടെയും ഭർത്താക്കന്മാരെ ചെന്ന് ഞാൻ പിടിക്കുന്നില്ല, ഇവരുടെ മക്കൾ കഴിക്കേണ്ട ആഹാരം ഞാൻ ഡെയിലി മേടിക്കുന്നില്ല ഭർത്താവില്ലെന്ന് പറഞ്ഞു. ഒരു ഭർത്താക്കന്മാരെ ഞാൻ പിടിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്നെ പച്ചയ്ക്ക് പറയാം. മലയാളികളോട് ഞാൻ പച്ചയ്ക്ക് പറയാം, ഞാൻ ആരുടെയും ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചു വെക്കാനും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് എന്നെ തന്നെ അറിയാത്തവരാണ് ചീത്ത വിളിക്കുന്നത്? ആ ചീത്ത വിളിക്കുന്നവരോട് എന്തായാലും പറയാം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിലോട്ട് വരുന്നില്ല, നിങ്ങളെ ആരെയും ചെന്ന് തോണ്ടിപ്പിടിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതിന് ഞങ്ങൾ ജീവിക്കുവാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്നവരൊക്കെ എന്തായാലും അവരുടെ ലൈഫിൽ ബോധിപ്പിക്കാനുള്ള ഒന്നെങ്കിൽ അവരുടെ അച്ഛൻ, അല്ലെങ്കിൽ അവരുടെ അമ്മ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, പോട്ടെ കൂടിപ്പോയ അവരുടെ മക്കൾ, ഈ ചുറ്റുവട്ടത്തിലുള്ളവരുടെ അടുത്ത് ബോധിപ്പിച്ചാൽ മതി ഇവരുടെ കാര്യം. ഈ ലോകം മുഴുവനുള്ള ജനങ്ങളോട് ഞാൻ എൻ്റെ എല്ലാ പ്രൈവസിയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വാക്കുകളല്ലേ ഞാൻ ചെയ്യുന്ന എന്തും ബോധിപ്പിക്കണമെന്നുണ്ടോ? ഞാനും ഒരു വ്യക്തിയല്ലേ ഇവരെ പോലെ. എനിക്ക് എന്താ പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ വരുന്ന വിവാദങ്ങളാണെങ്കിലും സുധിച്ചേട്ടന്റെ പറ്റി വീടെടുത്തു അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ കാര്യങ്ങളെ കുറിച്ച്. അതെ, ഞാൻ അപ്പോ ഇത് ടോട്ടലി സുധി എന്ന് പറയുന്ന ഒരാൾ വേറൊരു വ്യക്തിത്വമാണ്, രേണു എന്ന് പറയുന്നത് വേറൊരു വ്യക്തിത്വമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടന്റെ പേരിൽ തുടക്ക സമയത്ത് അങ്ങനെ ഒരു ഫെമിലിയാരിറ്റി വന്നത് കൊണ്ടാണോ ഇപ്പൊ രേണുവിന് ഇങ്ങനെയുള്ള ഒരു? സുധിച്ചേട്ടന്റെ പേരിൽ ഫെമിലിയാരിറ്റി ആയിട്ട് വന്നാലല്ലോ, സുധിച്ചേട്ടന്റെ ഭർത്താവല്ലേ. ഇപ്പോഴും ഒരു കാര്യം ചോദിച്ചോട്ടെ, മരിക്കുന്നതിന് മുന്നേ ഞാൻ സുചിന ഒരു ദിവസം മുന്നേ ഡിവോഴ്സ് ആയെന്ന് വെച്ചോ, എനിക്ക് ആ പേര് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. പിടി കിട്ടിയോ? ഞാൻ പറഞ്ഞു മനസ്സിലായി. ആള് മരിക്കുന്നവിടം വരെ അല്ലെങ്കിൽ തലേന്ന് വരെ എൻ്റെ ഭർത്താവായിട്ട് നിയമപരമായിട്ട് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. സോ എനിക്ക് പിന്നെ പറയാൻ അവകാശമില്ലേ പേര്? ആ ഫെയിമിലൂടെ വന്നാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഓടി വന്നിട്ട് നാട്ടുകാരോട് ഞാൻ കൊല്ലസുധിച്ചേട്ടൻ്റെ വൈഫാണ്, വാ ഇന്ന് ഞാൻ പറയുന്നില്ലല്ലോ ആരോടും. ഈ പറയുന്നവർ തന്നെയാണ് ഇത് പറയുന്നത്. ഞാൻ എന്തായാലും സുധിച്ചേട്ടൻ്റെ പേര് ഫെയിം ആകാനും ഒന്നും ആളല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്നു. എന്താ പറയുക, നമ്മുടെ ഒരു നെടുന്തൂണായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ഒരു പാർട്ട്ണർ, എന്തുവാട്ടെ, ആൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നൊരു അന്താളിപ്പ് വരും നമുക്ക് ലൈഫിൽ. എനിക്കും അങ്ങനെ വന്നിരുന്നു. സോ അതിനുശേഷം എന്ത് ചെയ്യണം? കാരണം വീടുണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നല്ല ഉടുപ്പുണ്ടായിട്ട് കാര്യമില്ല, വല്ലതും കഴിക്കണ്ടേ? ജോലി തന്നെ വല്ലവരും എത്ര നാൾ കൊണ്ട് തരും? ഫ്രീ ആയിട്ട് കൊണ്ട് തരും. സഹായം ചെയ്തവർ
അവർക്ക് കോടിക്കോടി ദൈവം പുണ്യം കൊടുക്കട്ടെ, അവർ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം താങ്ക്സ്. അന്നൊക്കെ നമുക്ക് ഒന്നും ഇല്ലാതിരുന്ന ഒത്തിരി. അപ്പോൾ അവരൊക്കെ അവർക്കും അവരുടേതായിട്ടുള്ള ലൈഫില്ലേ. എന്ന് സുധിച്ചേട്ടൻ്റെ മക്കളും സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ ആർക്കാണെങ്കിലും? ഇപ്പം സപ്പോസ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ കസിൻസ് ആണെങ്കിലും പുറമേ നിന്നുള്ളവരാണെങ്കിലും പോട്ടെ, സുധിച്ചേട്ടൻ്റെ ആരാധകരാണെങ്കിൽ പോലും സഹായിച്ചിട്ടില്ലെന്നല്ല, സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം നമുക്കൊരു ജോലി വേണ്ടേ? അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ അഭിനയം എന്ന മേഖല ഞാൻ അങ്ങോട്ട് കയറി ആക്രമിച്ച് എന്നൊന്നുമല്ല, ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്ന തൊഴിൽ ഞാൻ എന്ന് പറഞ്ഞാൽ വലിയ അഭിനേതാവും അല്ല, പഠിച്ച് വരുവാണ്. ഇന്നലെ ഒരു പൂജ ഉണ്ടായിരുന്നു സിനിമേൻ്റെ, പുതിയ സിനിമ. അപ്പം നിതീഷ് കെ നായർ സാറിന് ആണ് ഡയറക്ടറിൻ്റെ നേരത്തെ ഒരു സിനിമ ചേഞ്ച് എന്ന് പറയുന്ന മൂവി കഴിഞ്ഞ 2 മാസം മുന്നേ അഭിനയിച്ചു. അത് അതിൻ്റെ ഓഡിയോ ലോഞ്ചും കൂടാണ്. അപ്പോൾ അദ്ദേഹം അത്രയും പേരുടെ ആ മീഡിയ മുമ്പിൽ, അല്ലെങ്കിൽ അത്രയും പേരുടെ വേദിയിൽ അത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഇരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞിട്ടോ അദ്ദേഹത്തിന് ഞാൻ ഇതിനാണ് സ്വാധീനം ചെയ്യുന്നത്, ഇങ്ങനെ പറയണേ, ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ് രേണുസുതി അഭിനയിക്കത്തില്ലെന്ന് പലരും പറയുന്നു. രേണുസുതി ആ ഒരു ടേക്കിൽ ആ ചേഞ്ച് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു മൂവിയാണ്. അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ വേഷമാണ് ഞാൻ ചെയ്തത്. നടിയൊന്നും സിനിമ നായിക വേഷമല്ല എങ്കിൽ പോലും നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തെങ്കിൽ ആ ഒരു അത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാവരും രേണുസുതിയെ കുറ്റം പറയുന്നല്ലോ, ഞാൻ ആ സ്ക്രീനിന് പുറകെ ഇരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കാണുന്ന രേണുസുതി ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്, അവർ നന്നായിട്ട് ചെയ്തു എന്ന് ഞാനല്ല പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല. അപ്പം ഈ അഭിനയം എന്ന് പറയുന്ന ജോലി എനിക്ക് വന്നത് ജോലിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തെങ്കിലും ഞാൻ ഇപ്പോൾ അതെൻ്റെ പാഷനും കൂടെയാണ്. ഞാൻ അഭിനയിച്ച് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, അഭിനയിച്ച് നന്നായിട്ട് വരാൻ. പിന്നെ കുറ്റം പറയുന്ന ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ അഭിനയം കണ്ട ഡയറക്ടറാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് ആ വേരെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെങ്കിൽ 2 മണിക്കൂർ യൂട്യൂബിൽ വന്നതാണെങ്കിലും അതൊരു വലിയ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു എടുത്തു വെച്ചേക്കുന്നത് വലിയ കഥാപാത്രം തന്നെയാണ്. അപ്പൊ അത് കണ്ടിട്ട് താഴെ വന്നിട്ട് ആളുകള് എന്താണ് ഒരു കമന്റ് പറഞ്ഞോളൂ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റാത്തതാണ് അല്ലെ എന്ന് ഞാൻ മാന്യമായിട്ടാണ് പറയുന്നത്. ശരി, അയ്യോ അത് മാന്യതയുടെ അതിർവരമ്പൊന്നും അല്ല അവിടെ കിടക്കുന്നത് ആ സാധനം. എനിക്ക് മനസ്സിലായത് താങ്കൾക്ക് അങ്ങനല്ലേ പറയാൻ പറ്റും. ഒരു മര്യാദ പറയാൻ പറ്റും. ഈ പറയുന്ന ആൾക്കാർ വന്ന് വേറെ അഭിനയിക്കട്ടെ എന്നേ ഞാൻ ചോദിക്കട്ടെ. ഇവർക്ക് കുറ്റവും പറയണം എന്നാ കാണുകയും ചെയ്യണം. വ്യൂ ആർക്കാ? നമുക്ക് തന്നെയല്ലേ വ്യൂ. നമുക്കെന്ന് പറഞ്ഞാൽ വേരിന്റെ ആൾക്കാർ, ഞങ്ങളൊക്കെ വേരിന്റെ ഭാഗമാണ്. അത്ര ആ 2 മണിക്കൂറിന്റെ സിനിമ OTT വരണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടും. ഞാൻ ആ സിനിമയൊക്കെ അഭിനയിക്കാൻ പോകുന്നതിന് തലേന്ന് ട്രെയിനിൽ നിന്ന് വീണിട്ടിരിക്കുക. എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഡയറക്ടർ പറഞ്ഞ് വേണേ റെസ്റ്റ് എടുത്തോ അവരോടും. ഞാൻ പറഞ്ഞില്ല, 5:30 ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പം റിസപ്ഷനിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലെല്ലാം പോയിട്ട് CT സ്കാൻ എടുത്ത് നടുവേനായിട്ട് എൻ്റെ ആ ഡെഡിക്കേഷൻ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, അല്ലെങ്കിൽ ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞല്ല. ഷൂട്ടിനുള്ള ഡെഡിക്കേഷൻ അത്ര കഷ്ടപ്പെട്ട് ട്രെയിനിൽ നിന്ന് വീണ് തലയിടിച്ച് നടുവിടിച്ച് ഇവിടെ എല്ലാം മുറിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് 4:30 മണിയായി ഹോസ്പിറ്റലിൽ വന്നിട്ട് ടാബ്ലറ്റും കഴിച്ച് കിടന്നുറങ്ങി 5:30 ആയപ്പോൾ ഞാൻ എന്നിട്ട് റെഡിയായി വെളിയിരിക്കുക. ഡയറക്ടറൊക്കെ ഉറങ്ങിപ്പോയി, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, നടന്മാരൊക്കെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രേണുസുതി ഇവിടെ ഒരുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അപ്പം ആ ഷൂട്ടിനോട് എന്ത് വർക്ക് ചെയ്താലും അതിനോടുള്ള ആത്മാർത്ഥത. ഇപ്പം ഇന്നലെ തന്നെ ഡയറക്ടർ പറഞ്ഞു, ആ സിനിമയുടെ ഡയറക്ടർ, വലിയ സിനിമയാണ്, സിനിമയുടെ ഡയറക്ടറിനോട് ആരോ വിളിച്ച് പറഞ്ഞു രേണുസുതിയൊക്കെ അഭിനയിപ്പിക്കണോ, നെഗറ്റീവൊക്കെ കേൾക്കത്തില്ലേ? ഡയറക്ടർ പറഞ്ഞു രേണുസുതി നെഗറ്റീവ് വെക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ അവളെ അറിയാത്തവരല്ലേ പറഞ്ഞോട്ടെ, സിനിമ എങ്ങനെ ബാധിക്കുന്നത്? അവൾ അഭിനയിക്കുന്നതാണ് സിനിമയെ, അഭിനയത്തെയാണ്, അല്ലെങ്കിൽ അവൾ അഭിനയിക്കുമല്ലോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ആ സാറ് തന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ മാറ്റി നിർത്തരുത്, അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൾ നന്നായിട്ട് ആവേശം ചെയ്തിട്ടുണ്ട്, സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടോളെ. ഈ രേണുസുതിയെ കളിയാക്കുന്നവരാണ് മണ്ടന്മാർ. തീർച്ചയായിട്ടും. മണ്ടന്മാരെ നിങ്ങൾ വെറുതെ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നു, എനിക്ക് വിഷയമില്ല. കാരണം ഇതിൽ നിന്ന് ബെനിഫിറ്റും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് രേണുസുതിയാണ്. രേണുസുതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന പൈസ സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനെ കണ്ട് ജീവിച്ചവളാണ് ഞാൻ. സുധിച്ചേട്ടനെ പോലെ തന്നെ അധികം പൈസ പറയത്തില്ല, അങ്ങനെയൊക്കെ ഒരു ടീമാണ് ഞാൻ. പക്ഷെ എല്ലാവരും എന്നോട് പറയും രേണുസുതി പൈസ കൂട്ടേണ്ട സമയമായി. ഞാൻ നമുക്ക് അന്നുള്ള ആഹാരം, നമ്മൾ പറയുന്നത് അന്നുള്ള ആഹാരം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ കർത്താവിന്റെ അടുത്തേ. അന്നുള്ള ശരിക്കും രേണുസുതിയുടെ ഒരു വരുമാന മാർഗം എന്താ? ശരിക്കും ഇത് തന്നെ. വീട്ടിൽ വേറെ ആരും വരുമാനത്തിന് ഒരു ജോലിക്ക് പോകുന്നില്ല. ഈ 3-4 പേര്, ഇപ്പൊ അച്ഛൻ, അമ്മ, 2 മക്കള്, രേണു, എല്ലാം ജീവിക്കുന്നത് രേണുവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് തന്നെയാണ്. ഈ കിട്ടുന്ന അന്നുള്ള വരുമാനം, അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. തീർച്ചയായിട്ടും. അതിന് ഞാൻ ഇന്റർവ്യൂവിന് 15,000 മേടിച്ചു. എനിക്ക് അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് കണ്ടിട്ടില്ലല്ലോ 15,000. എനിക്കറിയാം നിങ്ങളെപ്പോലുള്ള ചാനലുകാർ ഞാൻ ഡിമാൻഡ് ചെയ്തൊന്നുമല്ല, അവർക്കറിയാം എൻ്റെ അവസ്ഥ. അങ്ങനെ അറിഞ്ഞാണ് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് എനിക്ക് എന്തായാലും തരുന്നതും. ഞാൻ ഒരിക്കലും അത് വേണം ഇത് വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ പലയിടത്തു നിന്നും വിവാദങ്ങൾ വരുന്ന ഞാൻ
30,000 മേടിച്ചു 20,000. ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരാൾ തന്നെ രേണു ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് 2 ദിവസം ഷൂട്ടുണ്ട്, എത്ര രൂപ മേടിക്കുന്നത്? അപ്പോൾ ഞാൻ 5 ഇങ്ങനെ പറഞ്ഞു. 5 ഞാൻ പച്ചയ്ക്ക് 5. 5 ലക്ഷം ഒക്കെ അല്ലേ? 5 ലക്ഷം എവിടെ കണ്ട? 1 ലക്ഷം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ മാറ്റി 5,000 രൂപയുടെ കാര്യം ഒരു ദിവസം. അയ്യേ, അത്ര ഉള്ളായിരുന്നു രേണുസുതി. അതാണ് എല്ലാവരും ധാരണയാണ്. അതേ ഇപ്പൊ പറഞ്ഞ പോലെ നിരന്തരമായ വീഡിയോസ് കാണുന്നു എല്ലാവരും വിചാരിക്കുന്നത് രേണുസുതി സമ്പാദിച്ച് കൂട്ടുകയാണെന്നാണ്. കൂട്ടി ശരിക്കും ഇപ്പോഴും സാമ്പത്തിക ചെറുക്കത്തിൽ ബുദ്ധിമുട്ടിലും തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ഫിലിം എപ്പോൾ എന്തെങ്കിലും കിട്ടുന്നതാണ്. എൻ്റെ വീട്ടിൽ കിട്ടിയ ഉടനെ തന്നെ എന്തായാലും വീട്ടിൽ ആരും ജോലിക്ക് പോകാനില്ല. റേഷനരി ഉണ്ട് ഉള്ളതുകൊണ്ട്. അതുപോലെ ഏതായാലും നീലക്കാടും അല്ല റോസ് കാർഡും അല്ല, അതിലും താഴെക്കാട്. എനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന അതുകൊണ്ട് നല്ല രീതിയിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട് അരി. നല്ല രീതി എന്ന് പറഞ്ഞാൽ അരി കിട്ടും നമുക്ക് നല്ല രീതി. ഇപ്പം പറയാം റേഷൻ കടക്കാർ അങ്ങനല്ല, അതിനനുസരിച്ച് ആ മഞ്ഞക്കാട് എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയാം ഇതിലും താഴ്ന്നതാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് അരി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ടെൻഷനില്ല. പിന്നെ കറി വെക്കാനും കൊച്ചുങ്ങളുടെ കാര്യവും കൊച്ചിനുള്ള കാര്യവും പിന്നെ അവൻ്റെ സ്കൂളിൽ ബുക്ക് മേടിക്കുന്ന കാര്യം, അതുപോലെ കിച്ചുവിന് ഞാൻ പോക്കറ്റ് മണി അയച്ചു കൊടുക്കാറുണ്ട്. അവൻ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് എന്നെ ഉള്ള പോലെ. ഇപ്പം അവനും എനിക്ക് വന്ന യൂട്യൂബിൽ നിന്നൊക്കെ ഇത് കിട്ടട്ടെ, സന്തോഷം, വരുമാനം, സന്തോഷം. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആ കുട്ടി നമ്മുടെ കുട്ടിയാണ്, അവൻ നന്നായി വരും, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതും വിവാദമാണ്. എല്ലാ വിവാദം എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ ലൈഫ് രേണുസുതി എൻ്റെ പേരെടുത്ത് പറയുന്നതല്ല കേട്ടോ. എൻ്റെ ലൈഫ് A-Z അറിയിക്കേണ്ട ഇവരെല്ലാം അറിയിച്ചും ബോധിപ്പിച്ച് വേണം ഞാൻ ജീവിക്കാനെന്നാണ് ഈ മലയാളികളുടെ കുറച്ച് പേരുടെ ധാരണ. എന്നാൽ അതിലുപരി നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കരുതുകയും അവരെ കൊണ്ട് പറ്റുന്ന പോലെ. ഇപ്പോൾ ഈ ഡ്രസ്സാണെങ്കിൽ പോലും എനിക്ക് പറയാൻ നല്ല പുതിയ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ട് ഇടുക. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പഴയ ഏവിയേഷൻ പഠിച്ച സമയത്തുള്ള ഫ്രണ്ട്, അവളിപ്പോൾ ടീച്ചർ ഏവിയേഷൻ, കരിഷ്മ എന്നാ പേര്. അവളെനിക്ക് ഒരു എന്താ പറയുക, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നോടുള്ള ആ സ്നേഹം. ഞാനൊരു പ്രാവശ്യം ഷൂട്ട് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ട പകുതി വിഷമം. എടി എന്തുവാടി ഈ ബാഗാണ് വേണ്ടി കൊണ്ടുപോകുന്നത്? ഒരു ബാഗും മേടിച്ച് തന്ന്, നല്ല 2 ബാഗ്, ഡ്രസ്സുകളെ, ഇതൊക്കെ മേടിച്ച് അവൾക്ക് പേര് കിട്ടാനൊന്നും അല്ല. മനസ്സിലായി. അത് എന്നോടുള്ള സ്നേഹം. ഞാൻ നന്നായിട്ട് നടക്കണം എന്നാഗ്രഹിക്കുന്നു ഒരുപാട്. അതുപോലെ തന്നെ ഇന്നലെ ഒരു ചേച്ചി ഞാനിങ്ങനെ പൂജയ്ക്ക് പോയപ്പോൾ ഒരു പ്രോഗ്രാം, അവരും ഒരു ഡ്രസ്സ് എടുത്ത്. ഞാനതൊന്നും വലിയ എന്താ പറയുക, എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാനോ അല്ലെങ്കിൽ ഫോൺ എടുത്ത് തരാനോ ഒന്നും പറയുന്നതല്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന്റെ പേരിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അത് നാളെ വിവാദമാകും. ഈ പറഞ്ഞതിൽ നിന്ന് തോണ്ടിയെടുത്ത് വേറെ ഒന്നും കണ്ടിട്ടില്ല ഇവർക്ക്. രേണുസുതി എന്താ പറയാൻ നിൽക്കുന്നത്? രേണുസുതിയുടെ വായിന്ന് എന്തേലും വീണോ, അപ്പൊ അടുത്ത കണ്ടന്റ്. ഇതാണ് കുഴപ്പം. ഈ രേണുസുതി പറയുന്നത് കേൾക്കാൻ ആരും കൂട്ടാക്കുന്നില്ല എന്നൊന്നും തോന്നലുണ്ടോ? അല്ല, കേൾക്കുന്നുണ്ടല്ലോ, ചെവി കൂടെ കേൾക്കുന്നുണ്ട്. അത് വേറൊരു തരത്തിലേ അവർ ഉൾക്കൊള്ളുന്നുള്ളൂ. അതാണ് എനിക്ക് എന്നെ കേൾക്കാൻ ഒരാളില്ല, ഈ സമൂഹത്തിൽ ആളില്ല. അതായത് എന്നെ ഒന്നും മനസ്സിലാക്കാൻ ആളില്ല. ഞാൻ എന്തോ പറഞ്ഞാലും അത് കുറ്റം, എന്ത് ചെയ്താലും. ഇതിനെല്ലാം കാരണം ഞാൻ അഭിനയിച്ചതാണ്. ഇപ്പൊ രേണുസുതി വേറെ ജോലിക്ക് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്ല ഇത്രയും കേൾക്കുന്നത് എന്നാലും കേൾക്കും, നമ്മൾ ഒരുങ്ങി പോവാ, ഭർത്താവില്ല. അത് ചിലപ്പം നാട്ടുകാരായിരിക്കും പറയുന്നത്, നാട്ടുകാരെല്ലാവരും അല്ല. അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ പറ്റി ഒരു പൊതുവായ ധാരണ നമ്മുടെ മലയാളികൾക്ക് ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഭർത്താവില്ലേ, കല്യാണം കുറച്ച് ചെറുപ്പം, ഇപ്പം പറയാം അവള് മുതുക്കി അമ്മച്ചി ഡാഗിനി എന്നൊക്കെ പറയാം. അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് എൻ്റെ വയസ്സ്, എനിക്ക് 34 വയസ്സ്. എൻ്റെ ബോഡി ഷേമിങ് നടത്തുന്നവരോട് ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ശരീരത്തോടും എൻ്റെ മുഖത്തോടും ഒക്കെ എനിക്ക് നല്ല ബഹുമാനവും എനിക്കിഷ്ടമുണ്ട്. ഞാൻ നല്ലതാണ്, എനിക്ക് കാണാൻ അത്യാവശ്യം കൊള്ളാൻ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വേറൊരു സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഷേപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കുറ്റം പറയുന്നതിന് എനിക്ക് നേരിട്ട് വന്ന് എന്നെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഇത് കൂടുതൽ സ്ത്രീകൾ തന്നെയാണോ? സ്ത്രീകളാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചെറുപ്പം കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം ചെറുപ്പം കാര്യം കൂടെ ആണെങ്കിൽ, പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ പറയേണ്ടത് മുഴുവൻ പറയും. ഇനിയിപ്പോൾ ഞാനൊരു ജോലിക്ക് പോലും അവിടെ പറയും, എവിടെ പോയാലും ഞാൻ പറയും. രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡാണ് ജോലിയാണോ ഇപ്പോഴത്തെ പ്രശ്നം ഈ പൊതുവെ കുറ്റം പറയുന്നവർക്ക്? രേണുസുതിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡ്. അതെന്തിനാ മറ്റുള്ളവർക്ക് പ്രശ്നമാകുന്നത്? ഞാൻ ആരുടെയും വീട്ടിൽ ചെന്ന് എന്തെങ്കിലും, ഞാൻ കുറച്ച് ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ആരെയാലും ചെന്ന് തോണ്ടിപ്പിടിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഭർത്താക്കന്മാരെ ചെന്ന് പിടിക്കുന്നുണ്ടോ? പറയട്ടെ, ആൾക്കാർ പറയട്ടെ. ഈ പറയുന്ന കുറ്റം പറയുന്ന ആരുടെയും വീട്ടിൽ ചെന്ന് അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് കുത്തിന് പിടിച്ചിട്ട് അവൻ്റെ പൈസ ഞാൻ മാസം വരുമാനമാക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരാളല്ലല്ലോ രേണു. പിന്നെ എന്താണ് ഇവർ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമോ എൻ്റെ ഈ പുറകെ നടക്കുന്നതിന് കാരണം എനിക്കറിയില്ല. എന്ത് ചെയ്താലും തെറിവിളി കുറ്റം, അതൊക്കെ സെയിം പ്രൊഫൈലിൽ നിന്നാണ് ഈ തെറിവിളി വരുന്നത്. ഒരു പർട്ടിക്കുലർ ഇന്ന ആളുകളിൽ നിന്ന് ഇന്ന ഒരു വിഭാഗം പ്രൊഫൈൽ ചെയ്യുന്നത് സത്യം.
അതിന് ഒരു കൂടിയ സാധനങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ട് അതിനൊരു സൈബർ പരാതിയിലേക്കോ കാര്യങ്ങളിലേക്കോ മൂവ് ചെയ്യുന്നില്ല? ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം, കൊടുത്തിട്ട് വല്ല പ്രയോജനം? ഇതാകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുത്താൽ മതി. എന്തായാലും ഇവന്മാരെല്ലാം വന്ന് എനിക്കിട്ട് തോടുകയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷയം വേറെ. അല്ല, ബോഡി ഷെയ്മിങ്ങും ഇങ്ങനെയുള്ള നമുക്ക് പരിധി ലംഘിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ സൈബർ ബോഡി ഷെയ്മ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മാരക വേർഷനാണ് വല്ല ഡാഗിനി അമ്മൂമ്മ പല്ലിയായിട്ട് ഭയങ്കര സാമ്യമാണെന്ന്. പല്ലി ഓക്കെ ശരി, പല്ലി ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. ഈ ഡാഗിനി അമ്മൂമ്മേനെയും കുട്ടൂസനെയൊക്കെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബോഡി ഷേമിങ് നടത്തുന്നവരുടെ വിചാരം ഞാനിതൊക്കെ കേട്ട് തളർന്ന് കരഞ്ഞ് പണ്ടാരം തുടങ്ങുന്ന അല്ല. പല്ലി അതൊരു ജീവിയാണ്. എനിക്ക് അപ്പൊ ഈ പല്ലി എലിയൊക്കെ എൻ്റെ അത്രയും ഗ്ലാമർ ആണെന്ന് പറഞ്ഞാൽ അവരെ അഭിമാനിക്കുമല്ലേ വേണ്ടത്? ഇതേ ആളുകൾ തന്നെ റീൽ കണ്ടന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രേണുവിനെ തന്നെ വെച്ചിട്ട്, രേണുവിന്റെ ക്യാരക്ടർ എടുത്ത് വെച്ചിട്ട് രേണു തന്നെ ഒരു തവണ അതിനെക്കുറിച്ച് ദേഷ്യപ്പെടുക കാര്യങ്ങളൊക്കെ. എനിക്ക് അവരെ കാണാൻ പോയിരുന്നു നേരിട്ട്. എന്തോ കാണാനൊന്നും പോയില്ല, അത് വേറെ. ഓക്കെ, അത് റീലിന്റെ എടുക്കാൻ വേണ്ടി പോയപ്പോ ഒരു പ്രാങ്ക് വീഡിയോ ഇവരെ കണ്ടതായിരുന്നു. അവര് പ്രാങ്ക് വീഡിയോ ചെയ്തു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തരത്തിലും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ രേണുവിനെ ബാധിക്കുന്നില്ലേ? എന്നെ ബാധിക്കുന്നില്ല. കാരണം നമ്മളെ വെച്ചിട്ട് ഇപ്പം അതിന്റെ ഏറ്റവും വലിയ അത് ഇപ്പൊ പൊന്നാമ്പൽ പുഴയിറമ്പിൽ റീല് എടുത്ത അവരുടെയാണ്. അതല്ലാതെ മല്ലൂർ റാപ്പർ എന്ന് പറയുന്നത്, ഞാൻ പെപ്പർ എന്ന് പറയുന്നതാണ് അവരുടെ അടുത്ത്. എന്നെ രേണസുന എന്ന് വിളിക്കുന്നത്. അപ്പം ഈ മറുകൊക്കെ വെച്ചിട്ട് ഉണക്കമുന്തിരിയൊക്കെ വെച്ചിട്ടുള്ള സാധനം. അപ്പം അവരെ ഞാൻ എന്ത് പറയാനാണ്? ആദ്യമൊക്കെ എനിക്ക് ഇതെന്ത് ഒരു ഓവറല്ല. പക്ഷെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയായി, എന്നെ വെച്ചിട്ട് അവരെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, പാവം. പക്ഷെ അതിൽ കിടക്കുന്നില്ലേ? അതിന്റെ അതിർ വരമ്പ് കടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും കാണാമല്ലോ. പക്ഷെ ചെവി കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറയുമ്പോൾ കേൾക്കണം. അല്ലാതെ ഞാൻ പറയുന്നത് അവര് ജീവിക്കട്ടെ. രേണു എന്ന് പറയുന്ന ഒരാൾ എന്തും ആയിക്കോട്ടെ, ലൈക്ക് സമൂഹത്തിൽ പല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരാൾക്ക് കളിയാക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പരിധി വേണ്ടേ? ശരിക്കും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ, അവർ ചെയ്യട്ടെ. അല്ല, വിളിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ നിന്ദിക്കുന്നവരോടൊന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നമുക്ക് ഈ കമൻറ്റ് ചെയ്യുന്നവരെ പറ്റില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അവരെ വിളിച്ച് രേണുവിന് സംസാരിച്ചുകൂടെ ഇത് അതിര് കിടക്കുന്നു എന്നുള്ളത്? എന്നിട്ട് ആ സംസാരം റെക്കോർഡ് ചെയ്തിട്ട് വേറെ രീതിയിലുള്ള എന്തിനാ വെറുതെ നമ്മൾ പോയി. അല്ലെങ്കിൽ തന്നെ നമുക്ക് പണി ഇങ്ങനെ ഇരന്ന് വരുവാ. ഇനി അതിൻ്റെ കൂടെ അവരോട് ഇരന്ന് തോണ്ടി മേടിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. നമ്മളെ മനസ്സിലാക്കുന്ന 10 പേരുണ്ടെങ്കിൽ അത് മതി. നമ്മളെ സ്നേഹിക്കുന്ന 5 പേരുണ്ടെങ്കിൽ അത് മതി. നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്ന 2 പേരുണ്ടെങ്കിൽ അത് മതി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന. എനിക്ക് തോന്നുന്നു നല്ല സമയവും നല്ല കാര്യമാണെങ്കിൽ പോലും രേണുവിന് ഒരു ക്രൂഷ്യൽ ടൈം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും ഈക്വലി പോകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാ? ഫാമിലി ഉണ്ട്, പിന്നെ കുറച്ച് അടുത്തറിയാവുന്ന കുറച്ച് പേര് എന്നെ വിളിച്ച് എന്താണ് തിരക്കണത്, നീ കഴിച്ചോ അല്ലെങ്കിൽ നീ കുടിച്ചോ, അങ്ങനെ തിരക്കുന്ന 2-3 കുറച്ച് ഫ്രണ്ട്സ്. അതല്ലാതെ എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കൂടെ. പിന്നെ മേ ബി എന്നെ അറിയാത്ത കുറേ പേര് കാണും. ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോൾ അമ്മമാരൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. രേണു സുധി, ഞങ്ങൾക്ക് രേണുവിനെ ഭയങ്കര ഇഷ്ടമാണ്, രേണു ഇങ്ങനെ തന്നെ പോണം മുന്നോട്ടെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ആ ജനങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ഒരു വിഭാഗം പറയുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് പറയുകയാണെങ്കിൽ രേണു ആ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുമോ? അല്ലേ, എന്താ ഓക്കെ ശരി, ഈ പറയുന്നവർ ഇങ്ങനെ ജീവിക്കണം. ഞാൻ വെറുതെ വീട്ടിൽ ചെന്നിരിക്കാന്നേ, എനിക്ക് വിഷയമല്ല അഭിനയിക്കണം. ഈ ഉറക്കം ഉളച്ച് ഞാൻ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാന്നറിയാം. അവിടെ ഷൂട്ടാണ്. ഇന്നലെ തൃശ്ശൂരാണെങ്കിൽ ഇന്ന് എറണാകുളമാണ്, നാളെ കുന്നംകുളമാണ്, തലയിൽ ഇപ്പം പറയും അടുത്ത ഗൾഫ്, ദുബായ്, ഇതൊക്കെ പറഞ്ഞോട്ടെ, കളിയാക്കിയോട്ടെ. പക്ഷേ എനിക്ക് വേണേൽ വീട്ടിൽ കിടന്നുറങ്ങാന്നേ, ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എനിക്ക് ഫുഡ് പോലും നേരിച്ച് ഇറങ്ങത്തില്ല, ഈ ഓട്ടം കാരണം, ഉറക്കളപ്പ് കാരണം. എനിക്ക് വയ്യ. ഒന്നാമത്തെ ഹെൽത്ത് നോക്കുന്നില്ല ഞാൻ. കൂട്ടുകാർ വഴക്ക് പറയും. സ്നേഹിക്കുന്ന 2-3 പേരുണ്ട് കൂട്ടുകാരായിട്ട്. നമുക്ക് ഇനി നീ ഫുഡ് കഴിക്കും, നീ നിൻ്റെ ഹെൽത്ത് നോക്ക്, ഇപ്പം സ്കിന്നൊക്കെ കുറച്ച് നന്നായി, മുഖമൊക്കെ നന്നായി, ഇനി കുറച്ച് ഇതൊന്നും കളയാതെ ഇച്ചിരി കഴിക്കുന്നൊക്കെ. ഇതൊന്നും നമുക്ക് ഇറങ്ങണ്ടേ? ഇല്ല, ഇങ്ങനെ ഓട്ടമല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കസാരമേ കാലം വെച്ചിരുന്നോളാം. ഇവർ കൊണ്ട് തരട്ടേന്നേ, ഇവർ മാസം കൊണ്ട് തരട്ടെ 1 ലക്ഷം രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എൻ്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ വേണ്ട, 1 ലക്ഷം വേണ്ട. അപ്പം വേണോന്നേ ഇവർ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന ജോലി അവർ ചെയ്യുമോ? അപ്പോൾ അവർ പറയുന്നത് ഞാൻ വീട്ടിലിരിക്കാം. അവർ 50,000 രൂപ വെച്ച് മാസം തരട്ടെ. ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു പരിപാടിക്ക്, ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ പോകത്തില്ല, ഉറപ്പ്. ഈ കുറ്റം പറയുന്ന ഓരോരുത്തരും 1 ലക്ഷം വേണ്ട, ഒരാൾ 50,000 രൂപ വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നാൽ, അല്ലെ എൻ്റെ ഫോൺ പേ ഞാൻ നമ്പർ തരാം, നിങ്ങൾ ഇട്ട് തന്ന എല്ലാ മാസവും, ഒരാളല്ല തരേണ്ടത്, കുറ്റം പറയുന്ന സകലരും എല്ലാ മാസവും എനിക്ക് 50,000 രൂപ കൊണ്ട് തന്നാൽ
ഞാൻ ഈ മീഡിയയ്ക്ക് മുന്നേ ഞാൻ വരത്തുമില്ല. ഇനിയിപ്പം അഭിനയം എത്ര വന്നാലും ഞാൻ പോകത്തുമില്ല. എല്ലാ മാസം എനിക്കുണ്ട്. ചിലപ്പോൾ എനിക്കത് അടുത്ത മാസം എനിക്ക് 1 ലക്ഷമായിരിക്കും. അതും കൊണ്ട് തരണമെന്നേ ഞാൻ ചോദിക്കുന്നത് പൈസ. ഞാൻ ഇരുന്നോളാം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് തിരഞ്ഞെടുത്തത്. പിന്നെ ഇപ്പൊ അതൊരു പാഷനും കൂടെ ആയി എന്റെ. അത് ചെയ്തു വന്ന് ഇഷ്ടപ്പെട്ടപ്പോ ഒരു പാഷനായിട്ട്. ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റും കൂടാണ്. കൊച്ചിൻ സംഗമിത്രയുടെ 50 സ്റ്റേജോളം വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നാടക നടിയും കൂടാണ്. 2 മണിക്കൂർ 2 മണിക്കൂർ നാടകയുടെ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആളാണ് ഞാൻ. ആ ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയില്ല. അറിയാവുന്നവർ കാണും, അവരാരും മിണ്ടുന്നില്ല. മനസ്സിലായോ? ഈ പറഞ്ഞില്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു വലിയ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വലിയ കേരളത്തിൽ തന്നെ വലിയൊരു ബഹളം ഉണ്ടായിരുന്നു. സഹായം, രേണുസുധിക്ക് ഒരുപാട് സഹായങ്ങൾ തരുന്നു, കുടുംബത്തിന് സഹായം തരുന്നു, പല വാർത്തകൾ വരുന്നു. ശരിക്കും ഈ സഹായങ്ങളൊക്കെ എവിടെ? സഹായിച്ചില്ലെന്നല്ല, വാർത്തകളിലൂടെ മാത്രം വന്നതാണോ? ശരിക്കും സഹായിച്ചില്ലെന്നല്ല പറഞ്ഞത്. സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന. എന്താ പറയുക, പേഴ്സണലി സഹായിച്ചവരുണ്ട്. അതുപോലെ അല്ലാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായിച്ചവരുണ്ട്. ഇന്നിപ്പോൾ സൂചിച്ചേട്ടൻ്റെ ഫ്യൂണറൽ ഭയങ്കര വലിയൊരു ഫ്യൂണറലായിട്ടാണ് നമ്മൾ നടത്തിയല്ല നടന്നു പോയത്. ഞാനന്ന് എനിക്ക് ഓർമ്മ, എനിക്കിപ്പോൾ അതിൻ്റെ ചിലവൊക്കെ വലിയ ഫ്ലവേഴ്സ് തന്നെ, ആ വലിയ ചാനലായ ഫ്ലവേഴ്സാണ് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരാണ്, അവരുടെ ഒരു കുടുംബത്തിലെ അംഗമാണ് നഷ്ടപ്പെട്ടത്. നമ്മളെ കൊണ്ട് അത് വഹിക്കാൻ പറ്റില്ല, അവരാണ് എല്ലാം ചെയ്തത്. മൂത്ത മോനെ പഠിപ്പിക്കുന്നവരാണ്, ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ട്, അവരുണ്ട്. ഒരു എന്താ പറയുക, എപ്പോഴും ഇപ്പോൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, അവരുണ്ട്. ഒരു പരിധി വരെ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. അവർ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായിട്ട് ഇപ്പോഴും നടത്തി കൊടുക്കും. മൂത്ത മോനെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. വേറെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നിരുന്നു സഹായം വാഗ്ദാനം ചെയ്ത്? നമ്മൾ നേരെ വന്നിട്ടില്ല, അല്ലാതെ വേറെ ആള് വഴിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് സഹായം വാഗ്ദാനം ചെയ്താരെങ്കിലും ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ, എല്ലാവരും എന്താ പറയുക, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ചില ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ അതിന് ചുവട് പിടിച്ചാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ വീടുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ചകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അതും ഈ പറഞ്ഞ പോലെ രേണു പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്തുണ്ടായ ചർച്ച ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക്. ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒന്നും ഒരിക്കലും അല്ല. അത് ഏത് മീഡിയ, ആ ആള് ഒരു മീഡിയ ആണ് ചോദിച്ചത്. ചേട്ടൻ ചോദിച്ചപ്പം, കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു 5-ാം തീയതി നമ്മുടെ വീട്ടിൽ കുറേ മീഡിയാസ് വന്നിട്ടുണ്ട്. അന്ന് അറിഞ്ഞ കാര്യമാണല്ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ആരോട് എന്തിനു പറയണം മീഡിയയോട്? അന്ന് വന്ന കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും അത്. അപ്പം മഴ പെയ്തായിരുന്നല്ലോ, വെള്ളം ചോരുന്ന അല്ലെങ്കിൽ എറിച്ചിലടിക്കുന്ന കണ്ടിട്ട് പറഞ്ഞായിരിക്കും, ചോദിച്ചായിരിക്കും എന്നോട്. അതിനകത്ത് ഞാൻ എന്ത് കള്ളം പറയാനാണ്? പിന്നെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ നമുക്ക് പറയാൻ താല്പര്യം വേറൊന്നുമല്ല, പറയേണ്ടതല്ല. എൻ്റെ പപ്പാക്കാണ് അതിനാണ്. എനിക്ക് ആ വീട്ടിൽ അധികം ദിവസം ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഈ ഓട്ടമാണ്, നാടകം, ഈ 6-7 മാസത്തെ നാടകത്തിൻ്റെ പേരിലൊക്കെ ഓട്ടവും സിനിമ, ഈ ഷോർട്ട് ഫിലിം, ആൽബം, ഓട്ടമാണ്. അതിനെക്കുറിച്ച് പറയാനുള്ളതെല്ലാം എൻ്റെ പപ്പ പറഞ്ഞു കഴിഞ്ഞു. രേണുസുധിക്ക് അങ്ങനെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ശരിക്കും രേണു മക്കളും എന്നുള്ള രീതിയിലാണല്ലോ ഈ പറഞ്ഞ പോലെ ആ വീടിന്റെ റെസ്പോൺസിബിലിറ്റി തന്നത്. അപ്പോൾ എനിക്ക് ആ വീടിനെ കുറിച്ച് അറിയില്ല, അങ്ങനെയല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയാൻ അറിയില്ല എന്നുള്ളത്. ഇപ്പൊ എവിടെയൊക്കെ എന്തൊക്കെ പറ്റിയെന്ന് നമുക്കറിയില്ല പറയാം. പപ്പായ്ക്ക് അത് അറിയത്തുള്ളൂ. ടെക്നിക്കലി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ATM ന്ന് പൈസ എടുക്കാൻ അറിയാത്ത ഒരേ ഒരാളായിരുന്നു ഞാൻ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് തലേന്ന് വരെ എനിക്കറിയില്ലേ സുചേട്ടാ, എനിക്ക് പേടിയായിട്ട്. അങ്ങനെ ഒരു വ്യക്തി ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ ഓരോ അനുഭവത്തിലൂടെ വന്ന അറിവാണ്. ടെക്നിക്കൽ പരമൊന്നും എനിക്ക് ഇപ്പം രാഷ്ട്രീയത്തെ പറ്റി ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. എന്നെപ്പറ്റി ചോദിച്ചാൽ എനിക്കറിയാം. ടെക്നിക്കലി അറിയില്ലെങ്കിൽ പോലും ആ ചെയ്തത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്തത് ശരിയാണ്. ഇപ്പം നമ്മൾ എന്തായാലും വിശ്വസിച്ച ഒരാളെ ഒരു കാര്യം അല്ല, അവർ ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ വീട്ടിലില്ലായിരുന്നു. ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയെല്ലാം നോക്കും. ഒരു പ്രശ്നം സോൾവ് ചെയ്തു തന്നെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം സോൾവ് ആക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അത് സോൾവ് ആവട്ടെ. അതൊരു പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ക്ലിയർ ആവുന്നതാണ് ഏറ്റവും നമ്മളും ആഗ്രഹിക്കുന്ന അതൊരു കാര്യം. ഞാൻ ഒരിക്കലും മീഡിയയോട് പറഞ്ഞു ചോദിപ്പിച്ചൊന്നുമല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്ത് വന്നിപ്പം ആ വെള്ളത്തിന്റെ കാര്യമല്ലേ തുടങ്ങിയത്, വെള്ളം വീഴുന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞു ചോദിപ്പിച്ചല്ല. അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. ഞാൻ ഇപ്പം എത്രയോ ആങ്കർമാർ എൻ്റെ മുന്നിൽ, അത് എത്രയോ ബൈറ്റ്സിന്, ഞാനൊരു ഷോർട്ട് ഫിലിമിന് പോയാലും മീഡിയാസ് അവർ ബൈറ്റ് ചോദിക്കും. ഒരെണ്ണത്തിന് പോലെ ഞാൻ അങ്ങോട്ട് എന്തിനാണ് പറഞ്ഞു ചോദിക്കുക? അങ്ങനെ ഒരാളല്ല ഞാൻ. എനിക്ക് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഉത്തരം പറയും, അത്രേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ വേറെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്.